പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 26 ബുധനാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. മലയാളികൾക്ക് ഓണത്തിന്റെ ദിനമായ ഇന്ന് ദൈവവചനം നമ്മോട് ആഴമുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. ലഭിച്ചതിൽ സന്തോഷിക്കുന്നുണ്ടോ? അതോ മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറുന്നതിലാണോ നമ്മുടെ സന്തോഷം? വചനം പറയുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ഇത് വെറും പണം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള വചനത്തിലുപരി നമ്മുടെ സമയം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, ക്ഷമ കൊടുക്കുക, ആശ്വാസം കൊടുക്കുക, വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുക, ഒറ്റപ്പെട്ടവന് കൂട്ടായ്മ കൊടുക്കുക, തളർന്നവന് പ്രത്യാശ കൊടുക്കുക, ഇവയൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കൊടുക്കൽ. കാരണം നമ്മുടെ ദൈവം നൽകുന്നവനായ ദൈവമാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് നമുക്ക് മാത്രം ആസ്വദിക്കാനല്ല, നമ്മിലൂടെ മറ്റൊരാൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ. ഒരു ചെറിയ ബൈബിൾ സംഭവം ഓർക്കാം. നല്ല ശമരിയാക്കാരന്റെ കഥ. വഴിയിൽ പരിക്കേറ്റ് കിടന്ന ഒരാളെ പലരും കാണുന്നു. പക്ഷെ ഒരാൾ മാത്രം അവന്റെ അടുത്തേക്ക് ചെന്നു. അവൻ തന്റെ സമയം കൊടുത്തു, തന്റെ എണ്ണയും വീഞ്ഞും ഉപയോഗിച്ചു, തന്റെ വാഹനത്തിൽ കയറ്റി സത്രത്തിലേക്ക് കൊണ്ടുപോയി പണം ചെലവഴിച്ചു. അവൻ ആ മനുഷ്യനിൽ നിന്ന് ഒന്നും തിരികെ ലഭിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. എന്നിട്ടും അവൻ കൊടുത്തു. കാരണം യഥാർത്ഥ സ്നേഹം എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കുന്നില്ല, എനിക്കെന്ത് കൊടുക്കാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഒരുപക്ഷെ നമ്മെ വേദനിപ്പിച്ച ഒരാളുണ്ടാകാം. നമ്മുടെ ചുറ്റും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകാം. നമ്മുടെ അയൽ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വയോധികനുണ്ടാകാം. നമ്മുടെ സഭയിൽ തന്നെ ആരും ശ്രദ്ധിക്കാത്ത ആൾ ഉണ്ടാകാം. ഈ ഓണ ദിവസത്തിൽ അവർക്കായി നാം എന്തെങ്കിലും കൊടുക്കും. ഒരു സമ്മാനം മാത്രമല്ല, ഒരു സന്ദർശനം, ഒരു ഫോൺ കോൾ, ഒരു സ്നേഹവാക്ക്, ഒരു ഭക്ഷണപ്പൊതി, ഒരു ക്ഷമ, ഒരു കൈത്താങ്. ഇതാണ് നാം ചെയ്യേണ്ടത്. നമുക്കൊരു ഹൃദയ പരിശോധന നമുക്ക് നടത്താം. എൻ്റെ ജീവിതത്തിലൂടെ മറ്റൊരാൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ഓണസദ്യ നാം ഒരുക്കും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ സദ്യയുണ്ടോ? നമ്മുടെ മേശയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാകാം. പക്ഷെ നമ്മുടെ വാതിലിന് പുറത്തുള്ള വിശപ്പുള്ളവനെ നാം കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകാം. പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരാളുടെ കണ്ണീരിലേക്ക് നാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹവും ശ്രദ്ധയും സഹായവും ആവശ്യമുള്ള ഒരാളെ വിളിക്കുക, സന്ദർശിക്കുക, അവരുടെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കഴിയുന്നതായ സഹായം ചെയ്യും. അതിലൂടെ നമുക്ക് മറ്റൊരാൾക്ക് ഇന്ന് അനുഗ്രഹമായി മാറാൻ ശ്രമിക്കാം. നമുക്ക് ലഭിച്ചതിൻ്റെ വലിപ്പമല്ല നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം തീരുമാനിക്കുന്നത്, മറ്റുള്ളവർക്കായി എന്തായി മാറി എന്നതാണ്. അതുകൊണ്ട് ഈ ദിവസം ഒരു തീരുമാനമെടുക്കാം. ദൈവമേ, എനിക്ക് അനുഗ്രഹം മാത്രം തരണമേ എന്നല്ല, എന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓണം നമ്മെ അനുഗ്രഹങ്ങൾ ആഘോഷിക്കാൻ പഠിപ്പിക്കും. പക്ഷേ ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തു നമ്മെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ പഠിപ്പിക്കുക. നമുക്കിങ്ങനെ പറയാം, കയ്യിൽ കിട്ടിയത് അനുഗ്രഹം, കയ്യിൽ നിന്ന് കൊടുത്തത് സ്നേഹം. മറ്റൊരാളുടെ ജീവിതത്തിൽ അതിലൂടെ വന്ന സന്തോഷമാണ് യഥാർത്ഥ ഭാഗ്യം. അതിനായി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. ലഭിച്ചതിൽ മാത്രം സന്തോഷിക്കുന്നവരായി തീരാതെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സ്നേഹവും നിറയ്ക്കണം. ഞങ്ങളിലൂടെ ഒരാളെയെങ്കിലും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഒരുക്കുമാറാകണം. ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരവസരമായി ഞങ്ങൾക്കിത് വിനിയോഗിക്കുവാൻ ഇടയായി തീരണമേ. ആമേൻ. എല്ലാവർക്കും
അനുഗ്രഹീതമായ ഓണാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കും.